ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഹ്യുണ്ടായി ക്രെറ്റ എൻലൈൻ, ദി ഓൾ ന്യൂ ഹ്യുണ്ടായി ക്രെറ്റ എൻലൈൻ ആണ്. നമ്മുടെ ന്യൂ ക്രെറ്റ ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ എൻലൈൻ വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് എൻലൈൻ ഇസ് ദി സ്പോർട്ടി വേരിയന്റ് ഓഫ് ദി ക്രെറ്റ. ആൻഡ് ഞാൻ നോർമൽ ക്രെറ്റയുടെ ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ ചെയ്തിരുന്നു. ബട്ട് ടുഡേ വി ആർ ഗോണ ഡ്രൈവ് ദിസ് ടു. എൻലൈൻ എന്ന് പറയുമ്പോൾ സ്പോർട്ടിയാണ്. ആൻഡ് ദാറ്റ് ഇസ് ബോത്ത് ഇൻ ഡിസൈൻ ആസ് വെൽ ആസ് ഡ്രൈവിംഗ്. ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഐ വുഡ് സേ ദിസ് ഇസ് ദി വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഇൻ ദിസ് ക്ലാസ്. ക്രെറ്റ എൻലൈൻ ലുക്സ് വെരി ഗുഡ്. വളരെ സ്പോർട്ടിയാണ്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ലുക്കാണ്. സ്പോർട്ടി എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് സ്പോർട്ടി അല്ല, നമുക്ക് വളരെ ഒരു മിനിമലിസ്റ്റിക് ആയ സ്പോർട്ടിയാണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി പ്ലീസിങ് ടു ദി ഐ. ആൻഡ് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഈ റെഡ് സ്ട്രൈപ്സും കാര്യങ്ങളെല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ദിസ് കളർ, ഇതൊരു മെറ്റാലിക് ഗ്രേ കളറാണ്. ആൻഡ് ദിറ്റ് ലുക്സ് വെരി ഗുഡ്, എസ്പെഷ്യലി ഇൻ ദിസ് ബ്രൈറ്റ് സൺലൈറ്റ്. വളരെ നല്ല ഡിസൈനാണ്. നമുക്കിവിടെ എൻലൈൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, അതുകൊണ്ട് നമുക്ക് റെഡ് നമ്പർ പ്ലേറ്റ്സ് വരുന്നത്. ആൻഡ് ദിസ് എലോയ്സ്, ഡയമണ്ട് കട്ട് എലോയ്സ്, നമുക്ക് റെഡ് കാലിപ്പേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം എൻലൈൻസിന് മാത്രം വരുന്നതാണ്. ഇവിടെ ഒരു എൻലൈൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇത് 360 ഡിഗ്രിയുടെ ക്യാമറയാണ്. N10 വേരിയൻറ്റ് 360 ഡിഗ്രി വരുന്നുണ്ട്. നമുക്ക് എൻലൈനിൽ രണ്ട് വേരിയൻസാണ് വരുന്നത്. ദാറ്റ് ഇസ് N8 ആൻഡ് N10. ഇത് N10 വേരിയൻ്റ് ആണ്. N10 DCT ആണ്. ആൻഡ് വെൻ യു കം ടു ദ ബാക്ക് സൈഡ്, ബാക്കിൽ ഡിസൈൻ നോക്കുമ്പോൾ ദിസ് ലുക്സ് വെരി ഗുഡ്. ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ എൻലൈൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. 360 ഡിഗ്രിയിൽ നമുക്ക് എൻലൈൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. സോ എൻലൈനിലേക്ക് നമുക്ക് അഡീഷണൽ കൊടുക്കുന്ന എമൗണ്ട് ടോട്ടലി വർത്താണ്. ബാക്കിൽ ഡുവൽ ടിപ്പ് എക്സോസ്റ്റ് ടിപ്സ് ആണ് വരുന്നത്. ഈ എൻലൈൻ്റെ ദാറ്റ് ഇസ് ബോത്ത് ഇൻ I20, വെന്യൂ ആൻഡ് ക്രെറ്റ, മൂന്നിലും നമുക്ക് ഡുവൽ ടിപ്സ് ആണ് വരുന്നത്. ഓവറോൾ ലുക്ക് വൈസ് ക്രെറ്റ എൻലൈൻ ലുക്സ് പ്യൂർ. ബാക്കിൽ ഡിസൈൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ സ്പോയിലർ അവൈലബിൾ ആണ്. ആൻഡ് ഷാർക്ക് ഫിൻ ആൻറ്റിന് വരുന്നുണ്ട്. പാനറോമിക് സൺറൂഫാണ്. ദാറ്റ് ഇസ് ബോത്ത് ഇൻ N8 ആൻഡ് N10 നമുക്ക് പാനറോമിക് സൺറൂഫാണ് വരുന്നത്. ഓവറോൾ ലുക്ക് വൈസ് ദിസ് ക്രെറ്റ ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ലുക്കിംഗ് ഇൻ ദിസ് ക്ലാസ്. ഒരു രീതിയിലുള്ള ഡിസൈൻ ഫ്ലോസ് നമുക്ക് ഫീൽ ചെയ്യില്ല. ആൻഡ് ഓൾസോ ഇതൊരു സ്പോർട്ടി വേരിയൻ്റ് ആയിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു രീതിയിലുള്ള അടി തട്ടുന്ന ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. ആൻഡ് ദാറ്റ് ഇസ് റിയലി ഗുഡ് തിങ്. എസ്പെഷ്യലി ഇൻ ഇന്ത്യൻ റോഡ്സ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇസ് എ വെരി ഗുഡ് ഡിസൈനിങ് ഫാക്ടർ. ഇത് ഹെഡ്ലൈറ്റാണ്. നമുക്ക് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ഇവിടെ വരുന്നുണ്ട്. ഓവറോൾ ലുക്ക് വൈസ് ഐ വെരി മച്ച് ലൈക്ക് ദിസ് ഡിസൈൻ ഓഫ് ദി ഓൾ ന്യൂ ഹ്യുണ്ടായി ക്രെറ്റ. ഞാൻ ഇരിക്കുന്നത് ഓൾ ന്യൂ ക്രെറ്റ എൻലൈൻ്റെ ഇൻറ്റീരിയേഴ്സിലാണ്. ആൻഡ് ഇറ്റ് ലുക്സ് വെരി ഗുഡ്, വെരി പ്രീമിയം. നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് വി ഗെറ്റ് ബോസ് സൗണ്ട് സിസ്റ്റം. ആൻഡ് ഓൾറെഡി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്യാബിനാണ് നമ്മൾ നോർമൽ ക്രെറ്റയിൽ വരുന്നത്. ബട്ട് ഇൻ ദിസ് ഇറ്റ് ടേക്സ് ഇറ്റ് ടു ദി നെക്സ്റ്റ് ലെവൽ. കുറേ സ്പോർട്ടി എലമെൻറ്റ്സ്, ഇപ്പോൾ റെഡ് ഇൻസേർട്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് കുറേ കൂടി സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ, പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ വലുപ്പം കൂട്ടി ഓവറോൾ നല്ല രീതിയിലുള്ള ഒരു സ്പോർട്ടി ഫ്ലെയർ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഗിയർ ലിവർ, ഇറ്റ് ലുക്സ് വെരി ഗുഡ്. നല്ല രീതിയിലുള്ള ഒരു സ്പോർട്ടി ടച്ച് നമുക്ക് എന്നുള്ള ഈ ഒരു ബാഡ്ജിങ്. ഓൾസോ വി ഗെറ്റ് വെന്റിലേറ്റഡ് സീറ്റ് ഫോർ ബോത്ത് ഡ്രൈവർ ആൻഡ് ദി കോ പാസഞ്ചർ. നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് പൊസിഷനും കാര്യങ്ങളാണ്. ആൻഡ് ദിസ് മീഡിയ കൺസോൾ ലുക്സ് വെരി ഗുഡ്. നല്ല രീതിയിൽ റിഫൈൻഡ് ആണ്. വണ്ടി ഇപ്പോൾ ആക്ച്വലി ഓൺ ആണ്, എങ്കിൽ പോലും ഒരു രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളും നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്നില്ല. ആൻഡ് നമുക്ക് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണുന്ന ടയറിൻ്റെ പ്രഷർ കാണുന്ന ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അഡാസിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. N10 ആയതുകൊണ്ട് അഡാസ് സിസ്റ്റം വരുന്നുണ്ട്. ഓവറോൾ ലുക്സ് വെരി ഗുഡ്, വെരി റിഫൈൻഡ്. ആൻഡ് ഈ ഒരു ലൈനിൽ നമുക്ക് പാനറോമിക് ആയ സൺറൂഫ് വരുന്നുണ്ട്, which just takes the overall feel to the next level. ഈ പെൻറോമിക് സൺറൂഫ് ഉള്ളത് നമുക്ക് ഒരു കംഫർട്ടിൻ്റെ ആ ഒരു ലെവല് കൂട്ടുന്നതാണ്. കാരണം ആ ഒരു എയറി നേച്ചറും എയറി ഫീലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്, വിച്ച് ഇസ് റിയലി ഗുഡ്. ആൻഡ് ഓൾസോ നമുക്ക് ഡ്രൈവിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സ്പോർട്ട് മോഡാക്കി അതിൻ്റെ കളേഴ്സ് മാറും. എക്കോ മോഡ് ഉണ്ട്, നോർമൽ മോഡ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ P എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു 360 ഡിഗ്രി ക്യാമറ ആക്ടിവേറ്റഡ് ആവുന്നതാണ്. ആൻഡ് വി ക്യാൻ സീ ഓവറോൾ വ്യൂ ഓഫ് ദ കാർ ഫ്രം 360 ഡിഗ്രി. ആൻഡ് ദാറ്റ് ഇസ് റിയലി ഗുഡ് തിങ്. ഇവിടെ നമുക്കൊരു ഫോണും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു വലിയ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യം നോക്കി വെക്കാം. സോ അതാണ് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യം. നല്ല രീതിയിലുള്ള എഫക്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ബോസിൻ്റെ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ പ്രീമിയം സെറ്റപ്പാണ്. ഓവറോൾ ദിസ് ക്രെറ്റ എൻലൈൻ ഇസ് വെരി ഗുഡ് ടു സിറ്റ് അറ്റ് ഫ്രണ്ട് സീറ്റ്. നമുക്ക് ഇനി ബാക്ക് സീറ്റിൽ കംഫർട്ട് നോക്കാം. ക്രെറ്റ എൻലൈൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ട് എങ്ങനെയുണ്ടോ നോക്കാം. സോ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഐ എം എ 6 foot. എനിക്ക് 6 feet ആണ് എൻ്റെ ഹൈറ്റ്. ആൻഡ് ഐ ക്യാൻ കംഫർട്ടബിളി സിറ്റ് ഇൻ ഇയർ. ഒരു രീതിയിലുള്ള സ്പേസിൻ്റെ ഇഷ്യൂ വരുന്നില്ല. നമുക്ക് ആംറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് തിങ്. ഈ ഒരു സംഭവം വളരെ നല്ലതാണ്. എസ്പെഷ്യലി ലോങ് പോകുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു നെക്ക് റെസ്റ്റ് ആണ് ഈ ഒരു സംഭവം. നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യില്ല ലോങ് പോകുമ്പോൾ. ആൻഡ് വി ഗെറ്റ് റിയർ AC വെന്റ്, ഡുവൽ Type-C ചാർജസ്, ഫോണോട് വയ്ക്കാനുള്ള ഒരു സ്പോട്ട് ഉണ്ട്. ആൻഡ് പെർഫോമൻസ് സൺറൂഫ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു എയറി ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓവറോൾ സിറ്റിംഗ് ഇൻ ദ ബാക്ക് സീറ്റ് ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് അബൌട്ട് ദിസ്. ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ വെയിൽ നമുക്ക് അധികം അടിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ട് മടക്കി വെച്ചാൽ മതി. ഇനി ഇല്ലാത്ത സമയത്ത് ഇതുകൊണ്ട് താത്തി വെച്ചാലും മതി. ദാറ്റ്സ് റിയലി ഗുഡ്. ഓവറോൾ സിറ്റിംഗ് ഇൻ ദ ബാക്ക് സീറ്റ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഇൻ ദ ക്രെറ്റ എൻലൈൻ. ഇനി നമ്മൾ ക്രെറ്റ എൻലൈൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ
അട്രാക്ഷൻ എന്ന് പറയുന്നത് എഞ്ചിൻ ഗിയർ ബോക്സ് കോംബോ ആണ്. സോ ഹൗ ഡസ് ഇറ്റ് ഡ്രൈവ്? ലെറ്റ്സ് ഗെറ്റ് ഡ്രൈവിംഗ്. സോ നമ്മളിപ്പോൾ ഓൾ ന്യൂ ക്രെറ്റ എൻലൈൻ ഓടിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് paired with a DCT gearbox. Creta N-Line രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. That is 6-speed manual gearbox and also DCT gearbox. And most of the buyers would be opting for the DCT കാരണം നമുക്ക് ഈ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ കൺവീനിയൻസും ഒരുപാട് തരുന്ന വണ്ടിയാണ് DCT ഈ ഒരു വേരിയന്റ്. ആൻഡ് നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷനാണ് ആദ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം. ബിക്കോസ് ക്രെറ്റ വളരെ ഈസി ടു ഡ്രൈവ് ആണ്. നമുക്ക് ഈ ഒരു സ്പോർട്ടി ഫ്ലെയറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും സിറ്റീസിൽ വളരെ ലോ സ്പീഡ്സിൽ പോകുമ്പോൾ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആൻഡ് ദിസ് DCT ഗിയർ ബോക്സ് ഇസ് വെരി സ്മൂത്ത്. നല്ല രീതിയിലുള്ള സ്മൂത്തായ റിഫൈൻഡ് ആയ ഒരു ഗിയർ ബോക്സ് ആണ് ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റ N9 കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് പവർഡ് ബൈ 1.5 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ പ്രൊഡ്യൂസിംഗ് 160 PS of power and 253 Nm of torque. നമ്മുടെ വേർണ 1.5 DCTയിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. ആൻഡ് പെർഫോമൻസ് ഇസ് വെരി ഗുഡ്. നല്ല രീതിയിലുള്ള ഒരു പുഷ് ബാക്കും കാര്യങ്ങളും നമ്മൾ കാല് കൊടുക്കുമ്പോൾ വരുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗ് ഇല്ല, ഒരു രീതിയിലുള്ള ഒരു റിഫൈൻമെന്റ് ഇല്ലായ്മൊന്നും ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഐ വാസ് റിയലി ഇംപ്രസ് ബൈ ദ പവർ. കാരണം ജസ്റ്റ് ഗെറ്റ് ഓൺ ദ ഗ്യാസ് ആൻഡ് ദിസ് തിങ് ജസ്റ്റ് ഫ്ലൈസ്. ഒരു രീതിയിലുള്ള ഒരു ലാഗും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് ഓടിക്കാൻ സാധിക്കുന്ന ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോംബോ ആണ് ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റ N9 കൊടുത്തേക്കുന്നത്. ആൻഡ് ഐ ഫീൽ വെരി ബാഡ് ടു ഡ്രൈവ് ഇൻ ദിസ് റോഡ്. കാരണം ഇതൊരു നല്ല ഹൈ സ്പീഡ്സിൽ ഓടിക്കുന്ന ഒരു വണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നമുക്ക് നല്ല ഹൈവേസിൽ ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ഡൂയിങ് ദാറ്റ്. സോ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് മോഡ്സിനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പോർട്ട് മോഡ് വരുന്നുണ്ട്, എക്കോ മോഡ് വരുന്നുണ്ട് ആൻഡ് നോർമൽ മോഡ് വരുന്നുണ്ട്. ഞാനിപ്പോൾ നോർമൽ മോഡിലാണ് ഓടിക്കുന്നത്. ആൻഡ് സ്പോർട്ട് മോഡിൽ വരുമ്പോൾ ഗിയർ ബോക്സ് ഫീൽസ് എ ബിറ്റ് മോർ റെസ്പോൺസീവ്. നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ്, ഇൻസ്റ്റന്റ് റെസ്പോൺസ് ആണ്. ഒരു രീതിയിലുള്ള ലാഗും കാര്യങ്ങളും ഇല്ലാത്ത തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ആൻഡ് ഇതിൻ്റെ അടുത്തൊരു വേറെ എടുത്ത് പറയേണ്ട സംഭവം ഇതിൻ്റെ സസ്പെൻഷൻ ട്യൂണിംഗ് ആണ്. ബിക്കോസ് സസ്പെൻഷൻ ഇസ് വെരി വെൽ ട്യൂൺഡ്. നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് പെർഫെക്റ്റ് ആയ രീതിയിലുള്ള സസ്പെൻഷനാണ്. റൈഡ് ക്വാളിറ്റി ഇസ് വെരി ഗുഡ്, ഹാൻഡ്ലിംഗ് ഇസ് വെരി ഗുഡ്. നല്ല രീതിയിലുള്ള ഒരു ലൈറ്റായ സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് നമുക്ക് ഹൈ സ്പീഡ്സിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് ഗെറ്റ്സ് ബെറ്റർ. ആൻഡ് ദാറ്റ്സ് റിയലി ഗുഡ് തിങ്. ഈ സ്പോർട്ട് മോഡിൽ പോകുമ്പോൾ ഗിയർ ബോക്സ് കുറച്ചുകൂടിയും ആ ഒരു ഗിയർ ഹോൾഡ് ചെയ്യുന്ന ഫീൽ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് നോക്കാം. യൂട്ടേൺ എടുക്കാൻ എത്രത്തോളം സിമ്പിളാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഹിൽ ഹോൾഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വലിയൊരു പ്രീമിയം ഫീച്ചേഴ്സ് ആണ്. ആൻഡ് ദിസ് ഗെറ്റ്സ് പാർക്കിംഗ് ബ്രേക്ക്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ്. പിന്നെ 360 ഡിഗ്രി വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് വ്യൂ കിട്ടുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഒരു ക്ലോസ്ട്രോഫോബിക് ആയ ഫീൽ കിട്ടുന്നില്ല. സോ ദാറ്റ്സ് എ റിയലി ഗുഡ് തിങ്. ആൻഡ് സ്റ്റിയറിംഗ് ഫീൽസ് വെരി ലൈറ്റ്, വെരി റിഫൈൻഡ്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് N9 മാത്രം വരുന്ന ഒരു സ്പെഷ്യൽ സ്റ്റിയറിംഗ് ആണ്. നമ്മുടെ നോർമൽ ക്രെറ്റയിൽ ഈ സ്റ്റിയറിംഗ് അല്ല. നമുക്ക് i20യിലും വെന്യൂവിലും ക്രെറ്റയിലും ഈ 3 N9 വരുന്ന കാസിനും സെയിം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ 1 ആണ്. 1ൽ കൊടുത്തു കഴിഞ്ഞാൽ 2, 3 വളരെ ഒരു നമ്മളൊരു ബ്ലിങ്ക് ഓഫ് എൻ ഐയിലാണ് ഗിയർ ഷിഫ്റ്റ് എല്ലാം ഹാപ്പൻ ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള ലാഗും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ദിസ് ഇസ് വെരി ഗുഡ് ടു ഡ്രൈവ്. നല്ലൊരു സ്പോർട്ടി ഫ്ലെയർ നൽകുന്ന നല്ലൊരു എഞ്ചിനാണ്, നല്ലൊരു ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ മാനുവൽ ഗിയർ ബോക്സ് പറ്റുകയാണെങ്കിൽ ഓടിച്ചു നോക്കാം. ബിക്കോസ് മാനുവൽ ഫാൻസിന് എന്തായാലും മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. സോ ദാറ്റ് ഐ വിൽ ബി ഡൂയിങ് ഇൻ എ ലേറ്റർ വീഡിയോ. സോ ദിസ് ഇസ് മൈ റിവ്യൂ അബൌട്ട് ക്രെറ്റ N9. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെയിൽസിനും കാര്യങ്ങളൊക്കെ ഐ വിൽ ബി ഗിവിംഗ് ദിയർ കോൺടാക്ട് നമ്പർ ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ. സോ പ്ലീസ് ടു കോൺടാക്ട് ദം. എനിക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആപ്കോ ബൈ കാലിക്കറ്റിലാണ്. സോ പ്ലീസ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടെസ്റ്റ് ഡ്രൈവ്സ്. താങ്ക് യു.